നമസ്കാരം. ഗ്ലോബൽ തോട്ട്സിലേക്ക് സ്വാഗതം. മുക്കാൽ നൂറ്റാണ്ടിലധികമായി ഭൂമിയിലെ പ്രധാന തർക്ക പ്രശ്നമായ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ നിർണായകമായ ചില ചുവടുവയ്പ്പുകൾക്ക് ലോകത്തെ രണ്ട് പ്രധാന രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായി ശത്രുതയിലായിരുന്ന പലസ്തീൻ സംഘടനകളെ ഒന്നിപ്പിക്കുന്നതിന് ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന കൂടിക്കാഴ്ചകളാണ് അതിൽ ആദ്യത്തേത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തതാണ് രണ്ടാമത്തേത്. അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്ന ഈ സംഭവങ്ങൾ രണ്ട് കാര്യം ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി. അതിൽ ഒന്നാമത്തേത്, ഐക്യമില്ലാതെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിനായുള്ള പോരാട്ടം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് പലസ്തീൻ സംഘടനകൾക്ക് ബോധ്യമായിരിക്കുന്നു എന്നതാണ്. ഇസ്രായേലിന് പിന്നിൽ എന്നും പാറ പോലെ ഉറച്ചു നിന്ന് അവരുടെ ഏത് അതിക്രമത്തെയും പിന്തുണച്ച അമേരിക്കൻ നേതൃത്വത്തിൽ ഭിന്നിപ്പുണ്ടായിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം. 50-ൽ പരം ഡെമോക്രാറ്റിക് അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചുവെന്നത് അത്യസാധാരണമായ മാറ്റമാണ്. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷയാവേണ്ടിയിരുന്നത് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ആണ്. മുമ്പ് തീരുമാനിച്ചിരുന്ന പരിപാടികൾ കാരണമാണ് അവർ പങ്കെടുക്കാതിരുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിൽ കമല കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് നേതാക്കളിൽ രണ്ടാമത്തെയാളായ പാറ്റി മുറേയും ബഹിഷ്കരിച്ചത് നെതന്യാഹുവിന് വലിയ ക്ഷീണമായി. വൈസ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ സെനറ്റ് നിയന്ത്രിക്കേണ്ട പ്രസിഡന്റ് പ്രോ ടെമ്പറി എന്ന പദവിയിലുള്ളയാളാണ് പാറ്റി മുറെ. നെതന്യാഹുവിനെ ആദരിക്കാൻ പ്രതിനിധി സഭയിൽ ഭൂരിപക്ഷമുള്ള റിപ്പബ്ലിക്കന്മാർ വിളിച്ചു ചേർത്ത സംയുക്ത സമ്മേളനം ഇത്രയധികം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചത് ഇസ്രായേലിനോട് അമേരിക്കൻ ജനതയിൽ വളരുന്ന രോഷത്തിന്റെ പ്രതിഫലനമാണ്. എന്നാൽ അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ 4 തവണ പ്രസംഗിക്കാൻ അവസരം കിട്ടിയ ഏക വിദേശ നേതാവായി ഇതോടെ നെതന്യാഹു മാറി. ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ദൃഢമായ ബന്ധമാണ് ഇത് കാണിക്കുന്നത്. ബീജിംഗിൽ ചേർന്ന പലസ്തീൻ സംഘടനകളുടെ സമ്മേളനം ലോകകാര്യങ്ങളിൽ ചൈനയുടെ സ്വാധീനവും ഇടപെടൽ ശേഷിയും അനിഷേധ്യമായി വർദ്ധിച്ചു എന്ന യാഥാർത്ഥ്യത്തിന് കൂടിയാണ് അടിവരയിടുന്നത്. ഇസ്ലാമിലെ 2 പ്രധാന ധാരകളെ പ്രതിനിധീകരിക്കുന്ന സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിന്ന ശത്രുത അവസാനിപ്പിക്കുന്നതിന് കഴിഞ്ഞ വർഷം ആതിഥേയത്വം വഹിച്ചതും ചൈനയാണ്. പലസ്തീൻ രാഷ്ട്രീയത്തിൽ തമ്മിൽ ചേരാതിരുന്ന ഇടതുപക്ഷത്തും മധ്യപക്ഷത്തും വലതുപക്ഷത്തുമായി നിലകൊള്ളുന്ന 14 കക്ഷികളെയാണ് ചൈന ഒരേ വേദിയിൽ അണിനിരത്തിയത്. മതരാഷ്ട്രീയമുള്ള ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് എന്നിവയും മതനിരപേക്ഷ നിലപാടുള്ള മധ്യപക്ഷ സംഘടന ഫത്തായും ഇടതുപക്ഷ സംഘടനകളായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ, ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ തുടങ്ങിയ പ്രധാന പലസ്തീൻ സംഘടനകളെല്ലാം ബീജിംഗ് ചർച്ചയിൽ പങ്കെടുത്തു. ഈജിപ്ത്, അൾജീരിയ, റഷ്യ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തത് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട്. അമേരിക്കയും കൂട്ടാളികളും അടിച്ചേൽപ്പിക്കുന്നതെല്ലാം ഇനി നടക്കില്ല എന്ന സന്ദേശമാണിത്. പലസ്തീൻ പ്രദേശങ്ങളിൽ ദേശീയ ഐക്യ സർക്കാർ ഉണ്ടാക്കുന്നതിനുള്ള തീരുമാനമാണ് ബീജിംഗ് പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനം. അതായത് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസ് കൂടി ഉൾപ്പെടുന്നതായിരിക്കും ഇനി ഉണ്ടാവുന്ന സർക്കാർ. അധിനിവേശത്തിലുള്ള പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടനകളിൽ ഒന്നായ ഹമാസിനെ ഐക്യരാഷ്ട്ര സംഘടനയോ മറ്റ് പൊതു സംവിധാനങ്ങളോ ഭീകര സംഘടനയായി കാണുന്നില്ല. മാത്രമല്ല 2006-ൽ നടന്ന അവസാന തെരഞ്ഞെടുപ്പിൽ പലസ്തീൻ ജനതയിൽ ഭൂരിപക്ഷത്തിന്റെ അംഗീകാരം ഹമാസിനായിരുന്നു. യാസർ അറാഫത്തിന്റെ അവസാന കാലത്ത് പലസ്തീനിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ പക്ഷേ ആ ജനവിധിയെ അംഗീകരിച്ചില്ല. ഇസ്രായേലിന്റെ കടുംപിടുത്തമായിരുന്നു കാരണം. അറഫത്ത് നയിച്ച ഫത്തായ്ക്കെതിരെ ഹമാസിനെ വളർത്തിയത് ഇസ്രായേലാണ് എന്നതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. 2006-ൽ പാശ്ചാത്യ താൽപര്യത്തിന് ഫത്തായ് അടക്കം വഴങ്ങിയപ്പോൾ പലസ്തീൻ ജനവിധി അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഹമാസും ഫത്തായും തമ്മിൽ ശത്രുത മൂർച്ഛിച്ചത് അതോടെയാണ്. സയനിസ്റ്റ് വംശീയ രാഷ്ട്രമായ ഇസ്രായേൽ ഈ സാഹചര്യം മുതലാക്കിയാണ് കൂടുതൽ പലസ്തീൻ പ്രദേശങ്ങൾ കയ്യേറി അധിനിവേശം വ്യാപിപ്പിച്ചത്. യൂറോപ്പിൽ ജൂതർ വംശഹത്യ ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് അവർക്കായി അറബ് മേഖലയിൽ രാഷ്ട്രം അനുവദിക്കാൻ UN 1947-ൽ തീരുമാനിച്ചത്. UN-ന്റെ 181-ാം പ്രമേയം അനുസരിച്ച് പഴയ പലസ്തീൻ പ്രദേശം വിഭജിക്കാൻ തീരുമാനിച്ചപ്പോൾ യൂറോപ്പിന്റെ പാപത്തിന് പലസ്തീൻ ജനതയ്ക്ക് പിഴയിടുകയായിരുന്നു. അവരുടെ നാട് വെട്ടിമുറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവർക്കായി നീക്കിവെച്ച ഭാഗം കൂടി നഷ്ടപ്പെടുന്നതാണ് പിന്നീട് കണ്ടത്. 1967-ൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് 242-ാം പ്രമേയത്തിലൂടെ രക്ഷാസമിതി ആവശ്യപ്പെട്ടിരുന്നു. പലസ്തീൻ പ്രദേശങ്ങൾ കയ്യേറി നടത്തുന്ന കുടിയേറ്റ വ്യാപനങ്ങൾ നിയമവിരുദ്ധമാണെന്ന് 2016-ൽ 2334-ാം പ്രമേയത്തിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ UN പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗാസയും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും അടങ്ങുന്ന പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണം എന്നാണ് ബീജിംഗ് പ്രഖ്യാപനത്തിലെ ഒരു പ്രധാന തീരുമാനം. എന്നാൽ കൂടുതൽ പലസ്തീൻ പ്രദേശങ്ങൾ കയ്യേറി ദിവസേന എന്നോണം ഇസ്രായേൽ കുടിയേറ്റങ്ങൾ വ്യാപിപ്പിക്കുന്നതാണ് ഇതിന് പ്രധാന തടസ്സം. വെസ്റ്റ് ബാങ്കിലെ ജോർദാൻ നദീതടത്തിൽ 5 ചതുരശ്ര മൈൽ സ്ഥലം കൂടി കയ്യേറാൻ ഇസ്രായേൽ സർക്കാർ കഴിഞ്ഞ മാസം
അംഗീകാരം നൽകിയതായി പുറത്തു വന്നിട്ടുണ്ട്. 1993 ഓസ്ലോ കരാറിന് ശേഷം ഒറ്റയടിക്കുള്ള ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റമാണിത്. ഇവിടെ തന്നെ മാർച്ചിൽ 3 ചതുരശ്ര മൈലും ഫെബ്രുവരിയിൽ 1 ചതുരശ്ര മൈലും കയ്യേറിയിരുന്നു. ഓസ്ലോ കരാർ അനുസരിച്ച് വെസ്റ്റ് ബാങ്ക് കേന്ദ്രമായി സ്ഥാപിക്കപ്പെട്ട പലസ്തീൻ അതോറിറ്റിക്ക് ഇപ്പോൾ അവിടെ 60% ഭൂമിയിൽ ഒരധികാരവുമില്ല എന്നതാണ് അവസ്ഥ. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായ കുടിയേറ്റ വ്യാപനം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരെയും ഒഴിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര കോടതി ജൂലൈ 19 ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 ലക്ഷത്തിലധികം അനധികൃത ജൂത കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിലുണ്ട്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ, വിശേഷിച്ച് അമേരിക്കയുടെ പിന്തുണ ഉള്ളിടത്തോളം അന്താരാഷ്ട്ര കോടതിക്കൊന്നും ഇസ്രായേൽ പുല്ലുവില പോലും നൽകില്ല എന്നാണ് അനുഭവം. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് ഇസ്രായേലിന് ഭീഷണിയാണെന്നും അതിനാൽ അത് അംഗീകരിക്കില്ലെന്നുമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നിലപാട്. ഇത് വ്യക്തമാക്കി ജൂലൈ 18 ഇസ്രായേൽ പാർലമെന്റ് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. പലസ്തീൻ അഭയാർത്ഥികൾക്ക് ആശ്വാസം നൽകുന്നതിനുള്ള UN ഏജൻസിയെ പോലും ഭീകര സംഘടന എന്ന് ആക്ഷേപിക്കുന്നിടത്തോളം ഇസ്രായേലിന്റെ അഹങ്കാരം വളർന്നിരിക്കുകയാണ്. സമാധാനമല്ല ആ രാജ്യം ആഗ്രഹിക്കുന്നതെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. തങ്ങൾ ഇരകളാണെന്ന വാദമാണ് ഇസ്രായേലി നേതാക്കൾ പതിവായി ഉയർത്താറുള്ളത്. കഴിഞ്ഞ ദിവസം US കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിലും നെതന്യാഹു സ്ഥാപിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. ഇറാനെ ശത്രുസ്ഥാനത്ത് നിർത്തി അമേരിക്കൻ പിന്തുണ ഉറപ്പാക്കാൻ നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിൽ മറ്റു കൂട്ടാളികളെയും ചേർക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ ശത്രുക്കൾ അമേരിക്കയുടെയും ശത്രുക്കളാണെന്നും അവർക്കെതിരെ ഇസ്രായേൽ നേടുന്ന വിജയം അമേരിക്കയുടെ കൂടി വിജയമാണെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. പ്രസംഗം കേൾക്കാനെത്തിയ US കോൺഗ്രസ് അംഗങ്ങൾ കൈയടിച്ചെങ്കിലും കോൺഗ്രസ് ഹാളിനകത്തും പുറത്തും അത്യപൂർവമായ പ്രതിഷേധവും അരങ്ങേറി. പ്രതിഷേധിച്ച ജൂത പുരോഹിതർ അടക്കമുള്ളവരെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു. ഹിറ്റ്ലറുടെ വംശഹത്യക്കിരയായ ജൂതരുടെ പിന്മുറക്കാരും നെതന്യാഹുവിന്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധിച്ചു. തങ്ങളുടെ പേരിൽ പലസ്തീനിൽ അതിക്രമം കാണിക്കരുത് എന്നായിരുന്നു അവരുടെ പ്രധാന മുദ്രാവാക്യം. ഗാസയിൽ 10 മാസത്തോളമായ ഇസ്രായേലി അതിക്രമത്തിൽ മരണസംഖ്യ 40,000 കടന്നു എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ 2 ലക്ഷത്തോളമാവുന്നു എന്നാണ് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ മെഡിക്കൽ ജേണലായ ലാൻസെറ്റ് റിപ്പോർട്ട് കാണിക്കുന്നത്. പലസ്തീൻകാർ അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുകൂടി അവരെ പൂർണ്ണമായി തുരത്തി വിശാല ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കണം എന്നാഗ്രഹിക്കുന്ന സയനിസ്റ്റ് തീവ്രവാദികൾക്കാണ് ഇസ്രായേൽ സർക്കാരിൽ ആധിപത്യം. അമേരിക്കയടക്കം ഇസ്രായേലിന്റെ സുഹൃത്ത് രാഷ്ട്രങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സയനിസ്റ്റുകളെ തിരുത്തിക്കാൻ സമ്മർദ്ദം ശക്തമാക്കേണ്ടി വരും. അരനൂറ്റാണ്ട് മുമ്പ് വിയറ്റ്നാമിലെ അമേരിക്കൻ ആക്രമണത്തിനെതിരെ US ഉയർന്ന പ്രതിഷേധ റാലികൾക്ക് സമാനമായി ഇപ്പോൾ ഇസ്രായേലി അതിക്രമങ്ങൾക്കെതിരെയും അവിടെ അടിത്തട്ടിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നു എന്നതാണ് പ്രതീക്ഷ നൽകുന്നത്. ഈ ജനവികാരമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കുറെ നേതാക്കളെയെങ്കിലും നിലപാട് മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നത്. US കോൺഗ്രസിലെ പ്രസംഗത്തിന്റെ പിറ്റേന്ന് നെതന്യാഹു വൈറ്റ് ഹൗസിൽ തന്നെ കണ്ടപ്പോൾ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പറഞ്ഞതും ഈ വികാരം ഉൾക്കൊണ്ടാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ കമലയുടെ എതിരാളിയായ ഡൊണാൾഡ് ട്രംപുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി. വെള്ളക്കാരനായ ട്രംപ് പ്രസിഡന്റ് ആവുന്നതിലാണ് നെതന്യാഹുവിന് താല്പര്യം എന്നതിനാൽ ഏഷ്യൻ ആഫ്രിക്കൻ വംശജയായ കമലയെ തോൽപ്പിക്കാൻ കൂടിയായിരിക്കും ഇനി ഇസ്രായേലിന്റെ ശ്രമം. അമേരിക്കൻ രാഷ്ട്രീയം അവിടുത്തെ ജൂത ലോബിയുടെ കളികൾക്കനുസരിച്ചാണല്ലോ പലപ്പോഴും ചലിക്കുന്നത്.